ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു തെർമൽ റൈസ് കുക്കറിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു ചൂടാറാപ്പെട്ടിയെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ LPG ഗ്യാസ് സിലിണ്ടറിൻ്റെ വില ഏകദേശം 1000 രൂപയുടെ അടുത്തെത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഗ്യാസ് ഉപയോഗിക്കുന്നത്. തെർമൽ റൈസ് കുക്കർ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ചോറ് വയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വെറും 10 മിനിറ്റിൽ തന്നെ ചോറ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഈ നോൾട്ട ബ്രാൻഡിൻ്റെ ഒരു 1.5 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു തെർമൽ റൈസ് കുക്കറാണ്. 3 വേരിയൻറ്റിലാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് 1 ലിറ്റർ, 1.5 ലിറ്റർ, 2 ലിറ്റർ. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുന്ന 1.5 ലിറ്റർ കപ്പാസിറ്റിയാണ്. അപ്പോൾ ഈ 1.5 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ 6 ഗ്ലാസ് അരി സുഖമായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 6 പേർക്ക് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയും. നമുക്കതിന് വേണ്ട സമയം എന്നുള്ളത് 10 മിനിറ്റാണ്. നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന പോലെ തന്നെ സാധാരണ വെള്ളം ചൂടാവുന്ന സമയത്ത് അരി കഴുകിയിടുക. ഇപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ജസ്റ്റ് ഒരു 10 മിനിറ്റ്, ഒരു 2-3 തിളയ്ക്കാൻ വിട്ടതിന് ശേഷം ഇതങ്ങനെ എടുത്ത് ഈ പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കുക എന്നുള്ളതാണ്. ഇതിൽ ഇറക്കി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഇറക്കി വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ ഒരു റൗണ്ടിലൊരു പ്ലാസ്റ്റിക് പോർഷൻ ഉണ്ട്, അതവിടെ ഉണ്ടെന്ന് എൻഷുർ ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ വശങ്ങളിൽ തട്ടുകയും അരുത്. ഇത് കറക്റ്റ് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇറക്കി വയ്ക്കുക, അടച്ചു വയ്ക്കുക. 1 മണിക്കൂർ കഴിഞ്ഞ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല തുമ്പപ്പൂ പോലെയുള്ള നല്ല അടിപൊളി ചോറ് റെഡി ആയിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾ ഏറ്റവും വെബുള്ള മട്ടരിക്ക് പോലും 1 മണിക്കൂർ മതി. അപ്പോൾ ആ വെബ് കുറഞ്ഞ മറ്റരികൾ 1 മണിക്കൂർ പോലും ആവശ്യമില്ല എന്നർത്ഥം. അപ്പോൾ ഇതൊരു അടിപൊളി പ്രോഡക്റ്റാണ് നമ്മുടെ വീട്ടിൽ. അപ്പോൾ അത് എല്ലാവരും വീട്ടിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വളരെ കുറച്ച് എനർജി കൺസപ്ഷൻ ഇത് വരുന്നുള്ളൂ. അപ്പോൾ താങ്ക് യു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.